ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് വിശേഷങ്ങൾ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, എങ്കിലും അവസാനിക്കാതെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ സംസാരമാണല്ലോ, നമ്മൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഈ സംസാരത്തിൽ നിന്ന് പലതും പലർക്കും കേട്ടുപഠിക്കാൻ കിട്ടി. അപ്പം ഞാൻ ഓർക്കണം, എല്ലാവരും നമ്മൾ സാധാരണ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഈ വാക്കിന്, ഈ സംസാരത്തിനൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വാക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല വാക്കുകൾ പറയണം എന്നത് കൊച്ചു നാളിൽ തൊട്ടേ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുടുംബജീവിതത്തിലെ ഈ വാക്കിൻ്റെ, നല്ലത് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റി പറയാമെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ നമുക്ക് അതിൻ്റെ കൂട്ടത്തിലൊരു സെൻറ്റൻസോടെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. കൂടുതലും കുത്തുവാക്കുകൾക്ക് വളരെയേറെ പ്രചാരമുള്ള ഒരു മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബം തന്നെയാണ്, അല്ലേ? എവിടെ നിന്നൊക്കെയാണ് കുത്തുവാക്കുകൾ കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ജോലി ചെയ്യുന്നിടത്തൊന്നും ഒരുപാട് കുത്തുവാക്കൊന്നും കേൾക്കേണ്ടി വരാറില്ല. അപ്പം അത് എങ്ങനെ കുറയ്ക്കാമെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാക്കിന് കുറച്ചുകൂടെ പ്രാധാന്യമാകും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അങ്ങനെ പോട്ടെ എന്ന് ഓർത്തു. ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കണം. അനാവശ്യമായ വാക്ക് പറയുന്ന ഓരോ വാക്കിനും വിധിയുടെ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവം തന്നെ ഒരു വാക്ക് ഉപയോഗിച്ചു. ആ വാക്ക് ഉപയോഗിച്ചപ്പോഴാണ് ലോകം ഉണ്ടായത്. ഉണ്ടാകട്ടെ. അപ്പോൾ ലോകം ഉണ്ടായി. ദമ്പതികൾ വിവാഹ സമയത്ത് ഒരു വാക്ക് പറയും, സമ്മതമാണ്. ആ വാക്കിലൂടെ കുടുംബം ഉണ്ടായി. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലോകം ഉണ്ടായി, സമ്മതമാണെന്ന് പറഞ്ഞപ്പം ഒരു കുടുംബം ഉണ്ടായി. അപ്പം അങ്ങനെ ജീവിക്കുന്ന ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പം രണ്ട് വിധത്തിൽ വാക്കുകളെ നമുക്ക് ക്രമീകരിക്കാം. ഒന്ന്, ദ്വയാർത്ഥ പ്രയോഗമുള്ള വാക്ക്, ഒരു മുക്കലും മൂടലും ഒക്കെ ഇട്ട് നിർത്തുന്ന വാക്കുകൾ കുത്തുവാക്കുകളായിട്ട് മാറും. ഉദാഹരണം, ഈ കുത്തുവാക്ക് പല വിധത്തിൽ പറയാം. ചുമ്മാ ഉദാഹരണത്തിന് ശരീരത്തെക്കുറിച്ച് നല്ലതും പറയാം, കുത്തുവാക്കും പറയാം. ദേഹത്തെക്കുറിച്ച് എന്നാടി ചെയ്ത് 3 പ്രസവിച്ചപ്പോൾ നിൻ്റെ ആഫീസ് കൂട്ടി പോയത്, ഇങ്ങനെയാണോടി, അതൊരു കുത്തുവാക്കാണ് ആ വാക്ക്. അപ്പം അത് ആ സ്ത്രീയെ വേദനിപ്പിക്കും. അല്ല കെട്ടിയപ്പോൾ എന്നാ അഴകായിരുന്നു, അപ്പം മുടിയും പോയി പല്ലും പറഞ്ഞ് എന്നാ അരിക്കുന്നു, ചപ്പി അടയ്ക്കാ പോലെ, എന്നാ ഒരു മോന്തയാ. ഇതാണ് കുത്തുവാക്കെന്ന് പറയാം. ചുമ്മാ നമുക്ക് ദേഹത്തെ നമുക്ക് തിരുത്താൻ പറ്റിയല്ലോ, നമ്മുടെ സൗന്ദര്യത്തെ മുഖഭാവത്തെ തിരുത്താൻ പറ്റുമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആക്ഷേപിച്ച് വരുന്ന കുത്തുവാക്കാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒഴിവാക്കണം, അല്ലേ? വർത്താനം പറയാൻ പാടില്ല. കാരണം ദേഹം ദൈവത്തിൻ്റെ സമ്മാനമാണ്. ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിച്ചാണ് ഈ ഫേസ് കട്ട് എനിക്ക് വേണം, ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് തിരുത്താൻ മേലാത്ത കാര്യത്തിൽ കൈവെക്കരുത്. അങ്ങനെ കൈവച്ചാൽ അത് കുത്തുവാക്കാണ്. ഇനി ഭക്ഷണം ഉണ്ടാക്കി എന്തു പറഞ്ഞാലും കുറ്റം പറയുന്ന കെട്ടിയവൻ, എന്ത് ചെയ്താലും കുറ്റം മാത്രമേ പറയത്തുള്ളൂ. ആ ശൈലിയാ. രുചിയില്ല, ഉപ്പില്ല, പുളിയില്ല, അങ്ങനെ അടി ഇങ്ങനെ അടി. അപ്പം ഭാര്യ സ്നേഹത്തോടെ പൈനാപ്പിൾ ചെത്തിയിട്ട് മുറിച്ച് വെച്ചിട്ട് അതിൽ ഓരോന്നിലും ഓരോ ചെറിയ ഈ മനയുള്ള കമ്പുണ്ടല്ലോ, അതും കുത്തി വെച്ച്. കാരണം ഓരോന്നിട്ട് നിന്നാൽ മതി, അത്രേ. കിട്ടിയപ്പോൾ ഇതന്നെ അടി. സെബസ്ത്യാൻസിലെ ആളൻ അമ്പേറ്റ് നിൽക്കുകയാണോ? ചുമ്മാ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ. അതൊരു ക്യാരക്ടറാണ്. പക്ഷെ ചിലർ പറയില്ല, അതിനെ ഭയങ്കര സറ്റയറാണ്, അല്ലെ സർക്കാസം ഇവിടെ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ആണെന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. നമുക്കതൊന്നും ഇല്ലെന്നും, അതായത് നമുക്ക് ഫീൽ ചെയ്യുന്നവർക്ക് സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല ഒട്ടും, അങ്ങനെ പറയാറില്ലേ? ഹ്യൂമറുണ്ട്, എല്ലാവരും ഒരുപോലെ ചിരിച്ചാൽ. ആർക്കെങ്കിലും നൊന്താൽ അത് ഹ്യൂമർ അല്ല. കേൾക്കുന്നവനടക്കം ചിരിക്കണം. എല്ലാവർക്കും ആരെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞ ആളിപ്പോൾ ശ്രീനിവാസൻ സ്വന്തം ദേഹത്തെക്കുറിച്ച് വെച്ചോണ്ട് തമാശ ഇറക്കുമായിരുന്നു. അതെല്ലാവരും ആസ്വദിച്ചു. ശ്രീനിവാസനും ആസ്വദിച്ചു, പ്രേക്ഷകരും ആസ്വദിച്ചു. അത് നല്ലതാണ്. ഇത് ചുമ്മാ ഒരാളുടെ ചെലവിൽ കുറച്ച് പേര് ചിരിക്കുക, മറ്റേയാൾ വാടുക, അത് ഹ്യൂമറല്ല, അത് ക്രൂവൽറ്റിയാണ്. അപ്പം ഈ കുത്തുവാക്ക് പറയാം, അല്ലെങ്കിൽ സൗന്ദര്യത്തെക്കുറിച്ച് പറയാം, ഭക്ഷണത്തെക്കുറിച്ച് പറയാം, വേഷത്തെക്കുറിച്ച് പറയാം. ഇതെന്നാടി, എന്നാ വൃത്തിയുന്ന വേഷം, ഇതെന്തുവാ? അങ്ങനെ വ്യക്തിപരമായി ഓരോ വ്യക്തിയോടും നമുക്ക് കുത്തി പറയാൻ പറ്റും. അതേസമയം ആ വ്യക്തികൾ തമ്മിൽ നല്ല വാക്ക് പറയാം. എൻ്റെ മനുഷ്യ, എന്നൊക്കെ പറഞ്ഞാലും
ഒത്തിരി എനിക്ക് മക്കൾക്ക് വേണ്ടി ചെയ്ത് ക്ഷീണിച്ചു. മുടിയും പോയി, മോണയും ഒട്ടി. എന്നാലും എനിക്കും മക്കൾക്കും വേണ്ടിയല്ലേ. അത് ദൈവം അത് കാത്തോളും. അത് ഈ വാക്കിനെ തന്നെ നല്ല വാക്കാക്കുന്ന ഭാര്യയോട്. എൻ്റെ നീ പ്രസവിച്ചു, സൗന്ദര്യം ചോർന്നു, ആദ്യകാല വിവാഹത്തിനകത്തെ ഭംഗി പോയി. പക്ഷെ അതൊക്കെ പോയാലും ഒരു കുടുംബം ഉണ്ടായല്ലോ. അതെനിക്കും മക്കൾക്കും വേണ്ടിയാണ്, ലോകത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം ദമ്പതികൾ തമ്മിൽ പറയുന്ന ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും പറയുന്ന വാക്കുകൾ, അത് കുത്തുവാക്കും നല്ല വാക്കുമാകാം. കുത്തുവാക്ക് പറഞ്ഞോ കുറെ കഴിയുമ്പോഴത്തേക്ക് വിഷണ്ണരായിരിക്കും, നിരാശയായിരിക്കും. ഉമ്മ എന്നതായത് പെട്ടുപോയി ആ ചിന്തയിലേക്ക് വരും. അല്ല, ചിലര് പറഞ്ഞു കേൾക്കാറുണ്ട്, ഒരിക്കലും നല്ല വാക്കൊന്നും ഇങ്ങനെ പറയത്തില്ല. എന്ത് ചെയ്താലും ഇത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പ്രതീക്ഷയൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പൊ അതിനെ വലിയ പോസിറ്റീവായിട്ട് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്നിനെക്കുറിച്ച് എക്സ്പെക്ടേഷൻസ് ഇല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് വിഷമങ്ങളില്ല. അവർക്ക് പ്രത്യേകിച്ച് ഭാരങ്ങളില്ല എന്നൊക്കെ. അപ്പം ഇങ്ങനെ നിങ്ങളെന്തിനാണ് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത്? നല്ല വാക്ക് പറയും, നല്ല വാക്ക് കേൾക്കും, പ്രോത്സാഹനം കിട്ടും എന്നൊക്കെ എന്തിനാണ് വെറുതെ പ്രതീക്ഷിക്കുന്നത്? പക്ഷെ കുടുംബജീവിതത്തിൽ അതൊക്കെ വേണ്ടേ? തീർച്ചയായിട്ടും അതൊക്കെ ചുമ്മാ അവർ ഒരു ഭംഗിക്ക് പറയുന്നല്ലാതെ ഈ പറയുന്നവരുടെയും സ്വകാര്യ ജീവിതത്തിൻ്റെ ആഴങ്ങൾ ചെല്ലുമ്പം ഇതെല്ലാം ആഗ്രഹിക്കുന്നവരാ. നമ്മൾ ഒരുപാട് വാക്കൊരു ഒരു മേനിയഴവ് പോലെ, വാക്കഴവ് പോലെ അങ്ങ് പറയും. ഞാൻ ഇൻഡിഫറൻ്റാണ്, എനിക്കൊന്നും വേണ്ട. എല്ലാം ലിസ്റ്റ് ബോധം, അതെ. അതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. അങ്ങനെ ചുമ്മാ പറയുന്നത്. അപ്പം ചില മനുഷ്യരില്ലേ, അത് നമ്മൾ ധ്യാനത്തിൽ ചെല്ലു പറയുമല്ലോ, ഞാൻ ഭാവിയാണ്, മഹാഭാവിയാണ്, കഠിന ഭാവിയാണ് എന്നൊക്കെ പറയും. നമ്മളോട് സത്യമാണ്, ചുമ്മാ നുണയാ. ആ ആളോട് പള്ളി നൽകുമ്പം മിസ്റ്റർ പാവി എന്നാ പറയുന്നു, ഇപ്പം കാണാൻ മട്ടുമാർക്കും ഇതൊക്കെ ചുമ്മാ ആരെങ്കിലും പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യനുമില്ല. ഏത് മനുഷ്യനും അവൻ്റെ മനുഷ്യത്വത്തെ അംഗീകരിക്കാനും നന്മ കേൾക്കാനും ഒക്കെ നമുക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ എത്രയോ വർഷങ്ങളെ 3 പതിറ്റാണ്ടിലധികമായിട്ട് പ്രസംഗ വേദികളില്ല. നമുക്ക് തന്നെ ഒരു ആത്മധൈര്യമുണ്ട്. പക്ഷെ എന്നാലും ആച്ചാ അത് കൊള്ളായിരുന്നു കേട്ടോ, ഒരാൾ പറയുമ്പം അതിനകത്ത് തൃപ്തിയുണ്ട്. വർഷം എത്ര കഴിഞ്ഞാലും അതൊരു അച്ഛനായി എനിക്ക് തോന്നും. കുടുംബത്തിലോ ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ കൊള്ളാമല്ലോ, നല്ല ഓംലെറ്റ് ആകട്ടെ, കൊള്ളാം, ഈ വേഷം നിനക്ക് ചേരുന്നതാകട്ടെ, ചേട്ടന് ഈ എനിക്ക് മേടിച്ച് തന്ന ചുരിദാർ ഈ മാച്ച് ചെയ്യുന്നതാകട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇതെന്നതാ ചൂടുവെള്ളത്തിൽ കേൾക്കുമ്പം നിറകളി പോകില്ല മനുഷ്യ. ഒന്നിനെ തന്നെ 2 വാക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതെ, ശരിക്കും ഞാൻ ഓർക്കാണ്. ഞാനൊരു ടീച്ചറാണ്, വർഷങ്ങളായി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പോലും നമ്മളോട് പഠിപ്പിച്ച ഒരു ക്ലാസ് നന്നായിരുന്നെന്നോ ഒരു ടോപ്പിക് ഇഷ്ടപ്പെട്ടെന്നോ ഒരു കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യം കേൾക്കുന്ന എഫക്റ്റോട് കൂടി തന്നെയാണ് നമ്മൾ സന്തോഷിക്കുന്നത്. മനുഷ്യൻ അങ്ങനെയാ, എപ്പോഴും അങ്ങനെയാ. അപ്പം അതുകൊണ്ട് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഞാനിങ്ങനെ കുരിശും ചുമന്ന് കാലുവല്ലേക്ക് പോകാൻ വേണ്ടി കല്യാണത്തിലേക്ക് വന്നതാണ്. ഒക്കെ ചുമ്മാ അങ്ങനെ ഒരു വ്യക്തിത്വം ഇല്ല നമുക്ക്. പിന്നെ കുറെ കഴിയുമ്പം പ്രാർത്ഥിച്ചും കുടുംബം നിൽക്കാനും വേണ്ടിയൊക്കെ ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്നവർ കണ്ടേക്കാം. പക്ഷെ ബേസിക്കായിട്ട് ആറ്റിറ്റ്യൂഡ് അതല്ല. അപ്പൊ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാ അല്ലേ? നല്ല വാക്ക് പറയണം, നിർബന്ധമായിട്ടും പറയണം. കുത്തുവാക്ക് ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ നല്ല വാക്കുകൾ പറയാനും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വളർത്തുന്ന വാക്ക് പറയണം. ചില വാക്ക് പറഞ്ഞാൽ എടുക്കുന്നതേ ഭാര്യയും ഭർത്താവും കൂടെ വെളുപ്പിനെ വെളിയിൽ പോവുക മഞ്ഞത്ത്. അപ്പം ഇവരമ്മ വലിയ ഇരിപ്പൊന്നുമല്ല. അപ്പം മുമ്പിൽ വേറൊരു സ്ത്രീ പോകുന്നു, ഒരു നല്ല നീല സാരി കൊടുത്തു. കഴിയാൻ പറഞ്ഞു, അവിടെ സാരി കൊള്ളാം അല്ലേടി, വേണം ഇത് കൂടെ മേടിച്ച് തരാമെന്ന ഉദ്ദേശത്തില്ല. ഇവക്ക് ഇടുന്നതോ ആ സാരിയുടെ അകത്ത് ഇരിക്കുന്നവൾ കൊള്ളാം എന്നാണ് വ്യാഖ്യാനം. കപ്പ പറിക്കുന്നു, അയലോകത്തെ ചേട്ടൻ കപ്പ പറിച്ചു കൃഷി സ്ഥലത്ത്. കപ്പ പറിച്ചപ്പോൾ ഭാര്യയെ കെട്ടിക്കൊണ്ട് പറയും, ഓ എന്നാ മുറ്റം വലിയ കിഴങ്ങല്ലേ അത്. അവന് തന്നെ താൻ എന്നാ കിഴങ്ങനാടാ. അപ്പം പറയുന്നല്ല എടുക്കുക. അപ്പം അവിടെ നല്ല വാക്ക് പറയുമ്പം ഫ്ലാറ്റായിട്ട് അത് ക്ലിയർ ആയിരിക്കണം. നല്ല വാക്ക് പറയുന്നത് ക്ലിയർ ആയിരിക്കണം. ദ്വയാർത്ഥത്തിൽ അത് പറയല്ലേ. ഇപ്പൊ ദ്വയാർത്ഥങ്ങളുടെ പ്രയോഗങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്ന കാലഘട്ടമാണല്ലോ. എപ്പോഴും അതാണ്. ഏതൊരു വാക്ക് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു നെഗറ്റീവ് സൗണ്ട് വരുന്ന വർത്താനം പറയാതാണ് ഫ്ലാറ്റ് ആയിരിക്കണം വാക്കുകൾ. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് സമാധാനം. അല്ലെ, ഒത്തിരി തെറ്റിദ്ധാരണക്കിട വരുത്തും അല്ലേ? നമുക്ക് തന്നെ അറിയില്ല ഇവരെന്താ ഉദ്ദേശിച്ചത്. അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. ഇവർ നല്ലതാണോ ഉദ്ദേശിച്ചത്, ഇവരുടെ ചിരി പോലും നല്ലതാണോ ചീത്തയാണോ എന്ന് കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് ഇപ്പൊ മൊത്തത്തില്. അതെ. അപ്പൊ ഈ ദമ്പതികൾ തമ്മിലുള്ള നല്ല വാക്ക് ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ പല ബന്ധങ്ങളിലേക്ക് വരും. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയുന്നത് നല്ല വാക്ക്. രാത്രി കിടക്കാൻ നേരത്ത് ഭാര്യ ഓർക്കല്ലേ, ഓ ആ വാക്ക് ഞാൻ പറയേണ്ടായിരുന്നു, എന്നാലും അത് അവൾ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഭർത്താവ് പറയുക, അത് പറഞ്ഞുകൊണ്ടൊരു ഗുണമില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞാൽ പറയുന്ന വാക്കിൽ ഖേദിക്കുന്ന
ഭൂതകാല സ്മരണ ഉണ്ടായിരിക്കരുത്. ഏതെങ്കിലും ഒരു വാക്ക് നമുക്കൊരു ഭൂതകാല ഖേദിക്കുന്ന സ്മരണ തന്നോ ആ വാക്ക് പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക, ദമ്പതികൾ തമ്മിൽ. പിന്നെ അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ലേ, പരസ്പരം കുടുംബങ്ങളെ പറ്റി, ഭർത്താവിന്റെ കുടുംബം, ഭാര്യയുടെ കുടുംബം, ഏറ്റവും കൂടുതൽ കുത്തുവാക്കും മോശപ്പെട്ട രീതിയിലും സംസാരിക്കുന്ന ഒരു വിഷയമാണല്ലോ ഇത്. നിന്റെ കുടുംബം, അതിന്റെ കുറെ, എന്തായാലും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നന്നാക്കാനോ പെർഫെക്റ്റ് ആക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അത് ഐ യു, ഞാൻ നീ. കല്യാണത്തിന് മുമ്പ് താലി കെട്ടിയപ്പം പെട്ടെന്ന് മരണം മാറി വി. ഐയും യുവും വി ആയിട്ട് മാറും. നമ്മൾ ആയിട്ട് മാറുന്നത് വിവാഹത്തിലാണ്. അപ്പോൾ വിവാഹത്തിൽ ഞാനും നീയും കല്യാണം വരെ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ചിന്താഗതി ഉണ്ടാകത്തോളം നിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും, നിൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ എൻ്റെ അമ്മ, നിൻ്റെ ആങ്ങള എൻ്റെ പെങ്ങൾ, അങ്ങനെ വന്നു കഴിഞ്ഞു എന്നും അലമ്പായിരിക്കും. ഭാര്യയ്ക്ക് തോന്നും ഭർത്താവിൻ്റെ വീട്ടിലെ ഒരു വിരുന്നുകാരിയാണ് ഞാൻ, ഈ വീടിൻ്റെ പാർട്ടായിട്ട് ഞാൻ മാറിയിട്ടില്ല. ഭർത്താവിന് തോന്നും ഇവളുടെ അറ്റാച്ച്മെൻ്റ് ആങ്ങളയോടും അപ്പനോടും അമ്മയോടും എന്നോടല്ല. അവിടെ കുടുംബത്തിൽ ഒരു വിള്ളൽ ആരംഭിക്കുക. വിവാഹം ഒരു കലയാണ്. ആ കലയുടെ ഭാഗമായിട്ട് ഒരിക്കൽ ഒരു പുതിയ കുടുംബത്തിൽ വന്നു, ഒരു പുതിയ പെണ്ണിനെ കൊണ്ടുവന്നു, പിന്നെ സ്വന്തമായിട്ട് ഒന്നായിട്ട് ജീവിക്കാൻ പഠിക്കണം. ഭാര്യയുടെ അമ്മയ്ക്കോ അപ്പനോ അസുഖം വന്നാൽ എൻ്റെ അമ്മ എൻ്റെ അപ്പന്, ഞാനും ഭാര്യയ്ക്കും ഒപ്പം ഓടണം. ഇവൻ രണ്ടല്ല ഒന്നാണ്. ഭർത്താവിൻ്റെ അപ്പനും അമ്മയ്ക്കും അസുഖം വന്നു, ശല്യം അനിയന്മാർ നോക്കിക്കോളും, എന്നെ പക്ഷേ മെനക്കെടാൻ പറ്റിയാല, തീർന്നു. അത് ചെയ്യണം. വേണ്ടിട്ടുണ്ട് ചിലർ ധർമ്മസ്ഥാപനങ്ങളിൽ, അനാഥ മന്ദിരങ്ങളിലൊക്കെ പോയി ധർമ്മക്കാരെ കുളിപ്പിക്കും. പക്ഷേ ഭർത്താവിൻ്റെ അമ്മ കിടപ്പുണ്ട്, കുളിപ്പിക്കാൻ പറ്റില്ല. അതിന് പണിക്കാരിയെ നിർത്തിയിരിക്കുക. പണിക്കാരി വലിയ ഓർഫണേജ്, വലിയ വമ്പംകാരി ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവൻ്റെ അമ്മയോ അപ്പനോ അല്ലെ ഭാര്യയുടെ അപ്പനോ അമ്മയ്ക്കോ ഒരു ക്ഷീണം വന്നാൽ അതിന് സമയം കാശും കൂടി മറ്റൊരിടത്തും പോകും. കാരണം ഇങ്ങനെയൊക്കെ പോയാൽ പേപ്പറിൽ പേര് വരുമല്ലോ, മറ്റേത് വരികയില്ല. അപ്പം ഇതാണൊരു അപകടം. കുടുംബങ്ങളെക്കുറിച്ചുള്ള കമൻറ്റും കുടുംബങ്ങളുള്ള പെരുമാറ്റവും ഒക്കെയാണ്. ഒരിക്കലും ഈ ഭാര്യയുടെ അപ്പനെ താഴ്ത്തി കെട്ടി പറയല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഭാര്യ പിണങ്ങും. ഭർത്താവിൻ്റെ അപ്പനെ താഴ്ത്തി കെട്ടി പറയല്ല, അമ്മയെ പാഴ്ത്തി പറയല്ലേ. കാരണം അമ്മയും അപ്പനുമാണ് ഈ മകനെ ഇത്രയും വലുതാക്കിയത്. അവരെ മൊത്തം മുറിക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കടയ്ക്കൽ കത്തി വെക്കുന്ന തുല്യമാണ്. അങ്ങനെയുള്ള ഭാര്യയെ അവന് സ്നേഹിക്കാൻ പറ്റുകയില്ല. അതുപോലെ ഭാര്യയുടെ അപ്പനെ അമ്മയും കുറ്റം പറയുന്ന ഭർത്താവിനെ ഭാര്യയ്ക്ക് സ്നേഹിക്കാൻ പറ്റുകയില്ല. കാരണം അവളെ തന്നെ കൊന്നതിന് തുല്യമാണ്. കാരണം പറയും, താൻ എല്ലാ വീട്ടിലും പറഞ്ഞു എൻ്റെ അമ്മയെക്കുറിച്ച് പറയല്ലോ കേട്ടോ, എല്ലാ വീട്ടിലും പറയണി എൻ്റെ അപ്പനെക്കുറിച്ച് പറഞ്ഞേക്കല്ലേ. പറയുന്നതിൻ്റെ കാരണം എന്നാ, അത്രയും അവർ അങ്ങ് എഴുതി ചേർന്നവരാ ജീവിതമായിട്ട്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കാൻ മനഃപൂർവ്വമായ ശ്രദ്ധ നടത്തണം. ഒരിക്കലും പേരൻസിനെയോ സ്വന്തക്കാരെയോ കുറ്റപ്പെടുത്തി പറയാനില്ല. അതുപോലെ തന്നെ ഈ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് വരുമ്പം ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറ്റപ്പെടുത്തലുണ്ടല്ലോ. നിന്റെ അല്ലേ, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, നിങ്ങളെ പോലെ അല്ലേ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത് നല്ലത് വരുമ്പോൾ ക്രെഡിറ്റുകൾ എടുക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നേരമുള്ള കുത്തുവാക്കുകൾ വല്ലാത്ത ഈ ബോർഡർ ലൈൻ ഭേദിച്ച് പോകുന്ന തരത്തിൽ പോകാറുണ്ടല്ലോ. ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഈ മക്കൾക്ക് നല്ലത് വന്നു ആണുങ്ങൾ പറയും എൻ്റെ മോന അതിൻ്റെ പകിട്ട, മോശം വന്നു നീയാ പറ്റത് അതിൻ്റെ കേട, ആ രീതിയിൽ പറയും. കുടുംബത്തിൻ്റെ വിജയം ഒരുമിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഒരു മോൻ പഴിച്ചു പോയാൽ അപ്പനമ്മ ഒരുമിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഒരു മോള് വഴിതെറ്റിപ്പോയാൽ അപ്പനമ്മ ഒരുമിച്ച് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അല്ല നീ പ്രസവിച്ചു ഞാൻ, ആ വർത്താനമില്ല. ചിലപ്പോഴൊക്കെ ചില കേസൊക്കെ വർത്താനം പറഞ്ഞ് തീർന്നു വരുമ്പോൾ ഇങ്ങനത്തെ വാക്കുകൊണ്ട് ആ പഠിത്തതെല്ലാം തകർന്നു പോകും. ഒരമ്മ മോനെയും കൊണ്ട് വന്നിച്ച് പറഞ്ഞു, പത്തി പഠിക്കുക, എപ്പോഴും പെൺപിള്ളേരുടെ ഭാഗത്തേക്ക് നോക്കി നിൽക്കും, ഫോണിൽ വേണ്ടാത്തത് കാണും, പെണ്ണുങ്ങളെ നോക്കി നിൽക്കും, എന്നാ ഒരു സ്വഭാവമാണ്, എന്താ സഹിക്കാൻ പറ്റിച്ച, എന്നാ ടൈപ്പാ എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞ് അതിൻ്റെ കാരണം ഈ കെട്ടിയവൻ്റെ റോളാണ്. ഇയാൾ എല്ലാ പെണ്ണുങ്ങളെയും വായും പൊളിച്ച് നോക്കി നിൽക്കും, വേണ്ടാത്ത ലൂസ് വർത്താനം പറയും, അതല്ലേ മോൻ കണ്ടുപിടിക്കുന്നത്, അങ്ങനെ വെച്ചാന്നൊക്കെ പറഞ്ഞ് 3 മണിക്കൂർ വിടിയിരുന്നു. എല്ലാം പറഞ്ഞ് ഇനി അയാളുടെ നോട്ടമൊക്കെ ശരിയാക്കും, ഒന്നിനും പോവില്ല എന്നൊക്കെ പുള്ളി തന്നെ അങ്ങ് പറഞ്ഞ് തട്ടാൻ പുള്ളിക്കും അറിയാം. ഇവിടുന്ന് സംഭവിച്ചു. അപ്പോൾ അന്നേരത്ത്
3 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ മോൻ്റെ തലയിൽ കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, തമ്പുരാൻ തന്ന മോനല്ലേ, ഇനി അവൻ്റെ വഴിയൊന്നും തെറ്റിയല്ല, അവൻ ശരിയായിട്ടാക്കി കൂടെ തന്നെ പോവും. ഉടനെ ഭാര്യ എന്നൊക്കെ പറഞ്ഞു, ഇരിയാൻ്റെ മോനല്ലേ, ശരിയാവുന്ന ആർക്കറിയാം. ഞാൻ പറഞ്ഞ മുഴുവൻ തീർന്നു ഒറ്റ വാക്കിൽ. അതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ട വാക്ക്. മക്കളുടെ കാര്യമാണെങ്കിലും നമ്മൾ ഒരുമിച്ച് എടുക്കുന്ന തീരുമാനം ഒന്നിച്ച്, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒരുമിച്ച്. അതുകൊണ്ടാണ് കായൻ ആബേലിനെ കൊന്നപ്പം അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന് കരഞ്ഞു, ആദവും ഹവ്വായും. അതുപോലെ ബാലനായ യേശു വിശുദ്ധിയിൽ വന്നപ്പോൾ യോസേഫും മറിയും ഒരുമിച്ച് സന്തോഷിച്ചു. ജീവിതം അതാ, ഒന്നിച്ച് ദുഃഖിക്കുക, ഒരുമിച്ച് സന്തോഷിക്കുക. നമുക്ക് കുടുംബജീവിതത്തിൽ ചിലപ്പോൾ നല്ല വാക്ക് മാത്രമല്ല വഴക്കുകൾ പറയേണ്ടി വരും, പ്രശ്നങ്ങൾ. പക്ഷെ എന്നാലും അത് ഈ പബ്ലിക്കായിട്ട് ആരുടെയും സ്വഭാവത്തെ പറ്റിയോ പെരുമാറ്റത്തെ പറ്റിയോ അല്ലെ വസ്ത്രധാരണത്തെ പറ്റിയോ ഒക്കെ കളിയാക്കാതിരിക്കാം, വിമർശിക്കാതിരിക്കാം. അതൊരു ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം എല്ലായ്പ്പോഴും നല്ലത് തന്നെ പറയേണ്ട രീതിയിലൊന്നും അല്ലല്ലോ നമ്മളൊക്കെ പെരുമാറുന്നത്, പലപ്പോഴും അല്ല. പക്ഷെ എങ്കിലും ആ തിരുത്തലുകൾ രഹസ്യമാക്കാം അല്ലേ. ആരുടെ മുമ്പിൽ അവഹേളിക്കാതിരിക്കുക, ഒക്കെ എന്ന് പറഞ്ഞ് സ്വീകരിക്കുക. അപ്പം അവഹേളിക്കാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം പറയാൻ പറ്റുമേ. അപ്പം ചില കാര്യം വിഴുങ്ങുക എന്നുള്ളതാണ്. തൊണ്ട പൊടുത്താൽ വിഴുങ്ങുക, അല്ലാതെ നമുക്ക് തുപ്പി നടക്കാൻ പറ്റുമല്ല. അപ്പം ആ ഒരു വിഴുങ്ങൽ ആവശ്യമെടുക്കാൻ പറ്റും. ആ വിഴുങ്ങുന്നത് പൊട്ടിയായിട്ടോ പൊട്ടനായിട്ടോ അല്ല, എങ്കിലേ കുടുംബം നിലനിൽക്കുള്ളൂ. അതിന് നന്മയ്ക്ക് വേണ്ടിയാണ്. സാധാരണ ഈ മക്കളോട് പറയാറുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞത് മുഴുവൻ ദമ്പതികളുടെ കാര്യമാണ്, ഈ മക്കൾക്കും വരുമല്ലോ ഓരോന്ന് എടുത്തിയാടി പറയാനും ദേഷ്യവും തറുതലയും അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളോട് അച്ഛൻ എന്താ പറയാനുള്ളത്? അല്ല, ഇവിടെ പറയാനുള്ളത് 2 തലമുറകളാണ്. അപ്പൻ്റെയും അമ്മയുടെയും തലമുറയുടെ കാഴ്ചപ്പാടല്ല പുതിയ മക്കളുടെ കാഴ്ചപ്പാട്. എല്ലാവരും പറയുന്ന വാക്കില്ലേ, തന്തവയും തള്ളവയും ഒക്കെ പറയുമല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ ചില വാക്ക് ആരോ സൃഷ്ടിച്ചു വിട്ടു, ആ വാക്കും പറഞ്ഞ് നടക്കുന്ന മക്കളുണ്ട്. അപ്പം പറയണം, ഇവർക്ക് ഉണ്ടായിരുന്നൊരു അപ്പനും അമ്മയൊക്കെ അവരുടെ നല്ല വളത്തിലാണ് ഈ അപ്പനും അമ്മയും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയത്. ഇവരുടെ മാതൃകയാണ് നിങ്ങളുടെ മാതൃക. നിങ്ങളുടെ കാലത്തിന് ടെക്നോളജി എല്ലാവരും കാണുകയല്ല, നിങ്ങളെക്കാൾ ജീവിത വിശുദ്ധി ഇവർക്കാണ്. നിങ്ങൾക്ക് ശാസ്ത്ര സാങ്കേതിക വലിയ അറിവ് കാണും, ദൈവകാര്യങ്ങൾ ഇവർക്ക് അറിവുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയും ഞാനുമൊക്കെ ഇവരുടെ ദൈവികതയോട് ചേർത്ത് വെച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കണം. ചുമ്മാ കമൻറ്റ് പറയാൻ എളുപ്പമാണ്, ജീവിക്കാൻ അത്ര എളുപ്പമല്ല. അത് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇനി ഒരു വലിയ ഭാവി മുമ്പോട്ട് കിടക്കുക, ഇവിടെ തീർന്നു പോവുക. നിങ്ങൾ ഉദയസൂര്യനാണ്, ചെയ്യാൻ ഒത്തിരിയുണ്ട്. ഇവർ അസ്തമയസൂര്യനാണ്. അപ്പം അതുകൊണ്ട് ഉദയസൂര്യൻ അസ്തമയസൂര്യനോട് നന്ദി പറഞ്ഞ് പുതിയ കർമ്മങ്ങളിലേക്ക് കടക്കുക. അനാവശ്യം വിധിക്കാതിരിക്കുക, മിണ്ടാതിരിക്കുക, അങ്ങനെ കടന്നു പോവുക. ഈ കഴിഞ്ഞ ദിവസം കേട്ട വലിയൊരു പ്രധാനപ്പെട്ട ഒരു കമന്റ് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിച്ചൊരു കാര്യമാണ്. ക്ലാസ്സിൽ ഒത്തിരി മാർക്ക് വേണ്ട, കാരണം മാർക്ക് കിട്ടിയാൽ ഒത്തിരി നല്ല വാക്കുകളൊക്കെ അധ്യാപകരൊക്കെ പറയും. അപ്പൊ കുട്ടികളുടെ മുമ്പിൽ ഷെയിമാണ് പോലും. ഇവൻ വലിയ അല്ലെ പഠിക്കുന്നയാൾ ഒറ്റപ്പെടുത്തുന്നു. അപ്പൊ നല്ല വാക്കുകൾ ഒരുപാട് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഈ കുട്ടികളുടെ ഇടയിലൊക്കെ കൂട്ടുകാരനെ ഒറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല വാക്കൊന്നും വേണ്ട, എനിക്ക് വലിയ പ്രോത്സാഹനമൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ഒരു ട്രെൻഡ്. കൂടുതൽ മാർക്ക് വേണ്ട, കൂടുതൽ കഴിവ് വേണ്ട, കൂടുതൽ സമ്മാനങ്ങൾ വേണ്ട, എന്തോ നല്ലത് കേൾക്കുമ്പം എന്തോ ഒരു പ്രശ്നം. അങ്ങനെയുള്ളൊരു പുതിയ തലമുറ ഈ കഴിഞ്ഞിടയ്ക്ക് കാണാൻ പറ്റി. അതായത് അവരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. അതൊന്നും നോർമലല്ല, നോർമൽ പിള്ളേരല്ല. നോർമൽ കുട്ടികൾ ശരിക്കും പഠിക്കും, ആരെല്ലാം പറഞ്ഞാലും പ്രോത്സാഹനം വളർത്തണം. ചിലർക്ക് ചുമ്മാ എക്സെപ്ഷണൽ കേസുകൾ എന്നുള്ളതുകൂടെ ആ രീതിയിലാണ്. അത് സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡോ അതുകൊണ്ടൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ സിമ്പിൾ കുഞ്ഞുങ്ങളാകുമ്പോൾ വരുന്നത്. നോർമലി അതല്ല, മാക്സിമം പഠിക്കും, എത്താവുന്നതിൻ്റെ ഏറ്റവും ഹൈ എസ്റ്റീം സ്റ്റേജിൽ എത്തിച്ചേരും. അതാണ് സാധാരണ ഉണ്ടാകുന്നത്. നല്ലൊരു വാക്ക് പറഞ്ഞാൽ തന്നെ ഒത്തിരി നന്നായിട്ട് പഠിച്ചു പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒരു ടീച്ചർ എന്ന നിലയിൽ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാക്ക് പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒട്ടും അതിൽ പിശുക്ക് കാണിക്കേണ്ട കാര്യം ഇല്ല. എല്ലാത്തിലും നല്ലത് പറയണം. ദമ്പതികൾ തമ്മിൽ, ദമ്പതികളുടെ ബന്ധുക്കാരെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, അവരുടെ ഓരോ കാര്യത്തിലും നല്ലത് പറയണം. കാരണം നമ്മളെപ്പോഴും പൊട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പൊട്ടനായിത്തീരും, അമ്മയപ്പൻ. ഹിറ്റ്ലർ ക്രൂരനായത് 2ാം അമ്മയുടെ പോരും അപ്പൻ്റെ ബഹളവുമാണ്. അങ്ങനെ വേദിച്ച ഹിറ്റ്ലർ ആദ്യമായിട്ട് ഒരു ലോറി ഓടിച്ച് അപ്പൻ്റെ കല്ലറ ഇടിച്ചു കുടിച്ചു. കാരണം നമ്മൾ എങ്ങനെ മക്കളോട് പെരുമാറുന്നു ആ ടൈപ്പിൽ മക്കൾ വളരും. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ടൈപ്പിൽ ഭാര്യയെ വളർത്താം, ആ ടൈപ്പിൽ ഭർത്താവിനെ വളർത്താം. ആ സംസാരത്തിൽ ഇൻലോസിനെ നമുക്ക് എടുക്കാൻ പറ്റും, നേടാൻ പറ്റും, എല്ലാം പറ്റും. നമ്മളെ നാക്ക്
ഒരു പുസ്തകമുണ്ട്, അത് നമുക്ക് വേറൊരു പ്രാവശ്യം പറയാം. അതെ. 30 ദിവസം കൊണ്ട് എങ്ങനെ നാക്കിനെ നേരെയാക്കാമെന്ന് പറയും. നല്ലൊരു പുസ്തകമാണ്. അല്ല, ഈ വാക്കുകൊണ്ട് തന്നെ നമ്മുടെ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ അതിങ്ങനെ രേഖപ്പെടുത്തി വരുമെന്നാണല്ലോ അതെ, അതെ. സൈക്കോളജി ഒക്കെ കിടക്കും, പറയുന്നത്. കിടക്കും. അല്ലെ, വാക്കുകൾ ഇങ്ങനെ പറയുന്നത് കേട്ട് കേട്ട് അവർക്കൊന്നും അറിയില്ല, അവരത് കേട്ട് പഠിക്കുമെന്നാണല്ലോ. അതെ, ഇപ്പോൾ ഷുഗറുള്ള ആൾ കുറച്ചങ്ങ് മെലിഞ്ഞു പോയി. എല്ലാവരും അയ്യോ മെലിഞ്ഞല്ലോ. പിന്നെ ഈ ആൾക്കാരെ കാണാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ മുഖം ഇതാണ്, കണ്ണാടി നോക്കാൻ പോലും മടിക്കും. അത് മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വിവേകത്തോടെ വാക്കുകൾ നമ്മൾ പറയണം. എന്തായാലും ഞാൻ പറയുന്നത് ഏത് എപ്പിസോഡ് തുടങ്ങിയാലും അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തീർന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. സാരമില്ല, ഇനിയും അടുത്ത ഏതെങ്കിലും ഒരു അവസരം വരുമ്പം ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കേൾക്കാം. അപ്പം എന്തായാലും ഇന്നത്തെ സമയം കഴിഞ്ഞു, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.